ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ്നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. മലപ്പുറം താത്ത എന്ന് പറയുമ്പോൾ മലപ്പുറത്തെ കൺസർവേറ്റീവ് ആയിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് വരാനായിട്ട് മടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബത്തിലെ എതിർപ്പ് മൂലം വരാതിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ വളരെ സ്മാർട്ടായിട്ട് യൂട്യൂബിലേക്ക് വന്നൊരു സ്ത്രീയാണ് കേട്ടോ. അവർ ആദ്യം ഒരിക്കലും വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നില്ല. അവരുടെ വൈറലായിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു ബക്കറ്റിൽ ഉള്ളിൽ വെച്ച് പൊരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ വേവിച്ചെടുക്കുന്ന ചിക്കനായിരുന്നു. പിന്നെ അവരെ പതിയെ പതിയെ വീഡിയോകളിൽ മുഖം കാണിക്കാതെ നൈറ്റി ഇട്ട് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അത് കുറേ വിമർശനത്തിന് വിധേയമായപ്പോൾ അവർ പർദ്ദ ഇട്ടിട്ട് തന്നെ പാചകം തുടങ്ങി, മുഖം കെട്ടിയിട്ട്. അപ്പോൾ അത്രയും നല്ല, അതായത് ആൾ നേരിട്ട് പ്രത്യക്ഷപ്പെടാതെ തന്നെ നല്ല രീതിയിൽ ആ ചാനൽ വിജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഭർത്താവിനെ സഹായിക്കാനായിട്ട് അതികഠിനാധ്വാനി എന്ന് തന്നെ അയാളെ വിശേഷിപ്പിക്കണം. അവരുടെ ഹസ്ബൻഡ് സീസണലായിട്ട് കരിമ്പിൻ ജ്യൂസിൻ്റെ വിൽപ്പനയും, അതുകൂടാതെ നമ്മൾ കരിമ്പിൻ ജ്യൂസ് ഔട്ട് ഓഫ് സീസൺ ആകുമ്പോൾ അയാൾ പുല്ല് വെട്ടാനും അങ്ങനെ നല്ല രീതിയിൽ കുടുംബം നയിച്ചു കൊണ്ടുവന്ന് സാമാന്യം ഭേദപ്പെട്ട ഒരു വീടും 2 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിച്ചു വരെ ആണ് ഈ വൈഫ് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്. അങ്ങനെ മലപ്പുറം താത്ത എന്നുള്ള രീതിയിൽ അവർ വളരെയധികം പ്രശസ്തയായി. അവരുടെ ചാനലിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ രംഗത്ത് വരികയും അതിലൂടെ ഒരു ഇൻകം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ മലപ്പുറം താത്തയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ വീഡിയോയിലൂടെ ഒരുപാട് വരുമാനം അവർക്ക് കിട്ടിത്തുടങ്ങി. സ്വാഭാവികമായിട്ട് അവരുടെ വീടിൻ്റേതായിട്ടുള്ള ചില പോളിഷ് വർക്കുകളും മെയിൻ്റനൻസും ഒക്കെ നടത്തുന്നതിൻ്റെ ഒപ്പം തന്നെ തൻ്റെ വീട്ടിൽ, അതായത് ഇവരുടെ സ്വന്തം വീട്ടിൽ ഉമ്മയും സഹോദരന്മാരൊന്നും അത്ര നല്ല ലെവലിലല്ല. അപ്പോൾ അവരെ കൂടി സഹായിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ഇവർ ഏറ്റെടുത്തു. അതോടുകൂടി ഇവരുടെ കഷ്ടകാലം തുടങ്ങി എന്നുള്ളതാണ്. ഇനി ഭർത്താവിൻ്റെ അർദ്ധസമ്മതത്തോടു കൂടി മാത്രമാണ് കേട്ടോ ഇവർ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. എങ്കിലും സമൂഹത്തിൽ നിന്ന് പല രീതിയിലും ഭർത്താവിനും പ്രഷർ ഉണ്ടായിട്ടും തൻ്റെ ഭാര്യയുടെ ഒരാഗ്രഹം, തനിക്ക് അദ്ദേഹം ഒരിക്കലും ഒരു എക്സ്ട്രാ ഇൻകത്തിന് ഭാര്യ മുഖാന്തരം ഇങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങി എക്സ്ട്രാ ഇൻകം വേണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എന്നിട്ടും ഭാര്യയുടെ ചാനൽ വളരെ വിജയകരമായപ്പോൾ ഒരു 70% അതിനോട് യോജിച്ച് നിന്ന് അവരെ സർവാത്മന പ്രോത്സാഹിപ്പിക്കാനായിട്ട് അയാൾ മറന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ സ്ത്രീകളാവുമ്പോൾ കൂടുതൽ വരുമാനമൊക്കെ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ ഇത്തിരി സ്വാതന്ത്ര്യം കിട്ടി എന്ന് തോന്നുമ്പോൾ അവർക്ക് കൂടുതൽ ആഗ്രഹങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഡ്രൈവിങ് പഠിക്കുന്നു, കാറ് വാങ്ങുന്നു. അങ്ങനെ ആ കാറ് വാങ്ങലും ഡ്രൈവിങ് പഠിക്കലും ഭർത്താവിന് അത്ര ഇഷ്ടമായിട്ടില്ലെങ്കിൽ പോലും അയാളെ എതിർത്തില്ല. അയാളുടെ ഒരു സപ്പോർട്ടില്ലാതെ അവർക്ക് ഒരിക്കലും സ്വന്തമായിട്ട് കാറ് ഡ്രൈവ് ചെയ്ത് പോയി അവർ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി, കുഞ്ഞുങ്ങളെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ തുടങ്ങി. പതിയെ ഭർത്താവിനെ ധിക്കരിക്കുക, അത് സ്വാഭാവികമായിട്ടും ഒരു നല്ല വരുമാനം, ഭർത്താവിനേക്കാൾ കൂടുതൽ വരുമാനം താൻ ഉണ്ടാക്കുന്നു എന്ന് തോന്നുമ്പോൾ സ്വന്തം വീട്ടുകാരെ കൂടുതൽ സഹായിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഭർത്താവിൻ്റെ പോരായ്മകൾ വീഡിയോയിലൂടെ ഇങ്ങനെ ഓരോ വീഡിയോകളിലൂടെ അവർ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ അവരോടുള്ള ഇഷ്ടം സത്യം പറഞ്ഞാൽ കുറേ പേർക്കെങ്കിലും കുറഞ്ഞു എന്ന് വേണം പറയാൻ. കാരണം ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അതികഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ്. അയാൾ എല്ലാ രീതിയിലും സപ്പോർട്ട് കൊടുത്തതുകൊണ്ടാണ് അവർക്ക് ഇത്രയെങ്കിലും ഒക്കെ എത്താൻ സാധിച്ചത്. സാധാരണ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് അതുപോലെ അല്ലല്ലോ ഒരു മുസ്ലിം സ്ത്രീ, പ്രത്യേകിച്ച് മലപ്പുറത്തെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മുഖം കെട്ടി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഭർത്താവിൻ്റെ അത്ര പിന്തുണ ഉണ്ടായിട്ട് വേണം അവർക്കൊരു സ്വന്തമായിട്ട് ഡ്രൈവിംഗ് പഠിച്ച് കാർ ഓടിച്ച് പോകാനും. അപ്പോൾ സ്വന്തമായിട്ടുള്ളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു നിലനിൽപ്പ്, അതുവരെ പുതിയ അപ്ലക്കാക്കു എന്നുള്ള അവർ വിശേഷിപ്പിക്കപ്പെടുന്ന ഭർത്താവിൻ്റെ പിന്നിലൊരു നിഴലായി പറ്റിയിരുന്ന അവർ പതിയെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്നു. സ്വാഭാവികമായിട്ട് തുണികൾ വാങ്ങാനും കാര്യങ്ങളും കുറേ പ്ലാനിങ്ങൊക്കെ അവർ ഭർത്താവിനെ ഒഴിവാക്കി ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പോൾ ഒരു യൂട്യൂബറുടെ പെങ്ങളുടെ കല്യാണത്തിന് പോകണം, അവർ അത് ഭർത്താവിനോട് പറയുന്നില്ല. പോണ വഴിക്ക് പ്രസൻറ്റ് കൊടുത്തിട്ട് വേഗം വരാം എന്നുള്ള രീതിക്ക് ഭർത്താവിൻ്റെ കടയുടെ മുമ്പ് കൂടെ തന്നെ പോകുമ്പോൾ ഭർത്താവ് വിളിച്ചു ചോദിക്കുന്നു, നീ എങ്ങടാണ് പോയത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ ഇന്ന ആളുടെ യൂട്യൂബറുടെ പെങ്ങളുടെ. നീ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയുമ്പോൾ അവർ വളരെ അനുസരണയോടുകൂടി തിരിച്ചു വരുന്നുണ്ട്. അവരുടെ ഉള്ളിലുള്ള രോഷം അവർ ആ വീഡിയോയിലൂടെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് തങ്ങൾക്കൊരു വരുമാനം ഉണ്ടാകുമ്പോൾ തങ്ങളുടെ വീട്ടുകാരെ കൂടി സഹായിക്കുക. അതിലൂടെ ഇവരുടെ ചെറിയൊരു കഷ്ടകാലം ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ സഹോദരന്മാർ വളരെ താഴ്ന്ന ലെവലിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ സ്വന്തം വീട്ടുകാരാണല്ലോ എന്ന് വിചാരിച്ച് അവർക്കൊക്കെ ഓരോ ചാനൽ തുടങ്ങി കൊടുക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് എന്ന് പറയണത് ഏറ്റവും നന്നായിട്ട് പൈസ എടുക്കാൻ പറ്റിയ, പ്രത്യേകിച്ച് മുടക്കുമുതലൊന്നും ഇല്ലാതെ തന്നെ തൻ്റെ വീട്ടിൽ
താൻ ചെയ്യുന്ന ഡേ ഇൻ മൈ ലൈഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ജനസമ്മതി ആർജിച്ച് അവർ നല്ലൊരു ഇൻകം ഉണ്ടാക്കുന്നു. സ്വാഭാവികമായിട്ട് ആങ്ങളമാർക്കും കൂടി അങ്ങനെ ഒരു ഇൻകം ഉണ്ടായാൽ നല്ലതാണെന്ന് തോന്നി അവരുടെ കെയർ ഓഫിൽ തന്നെ ഈ 2 സഹോദരന്മാർക്കും ഓരോ ചാനൽ തുടങ്ങുന്നു. ഈ 2 സഹോദരന്മാർക്ക് അവരുടെ പോലെ സംസാരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും കഴിവില്ല. സ്വാഭാവികമായിട്ട് ഇവരെ ഫോളോ ചെയ്തിരുന്ന ആളുകൾ ഇവരുടെ ചാനൽ കണ്ട് അതിൻ്റെ അടിയിൽ മോശം കമൻറ്റുകൾ എഴുതി വിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവരുടെ ചാനലിനെ ബാധിക്കുമെന്നുള്ളൊരു ബോധമില്ലായ്മയാണ് ഇവർ ശരിക്കും കാണിച്ചത്. ഇത്രയും നല്ല ജനസമ്മതി ആർജിച്ച് മലപ്പുറം താത്ത എന്നുള്ള രീതിയിൽ പ്രസിദ്ധയായിട്ടുള്ള അവരെ വേറെ 2 ചാനൽ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് പോലും നഷ്ടപ്പെടും എന്നുള്ള ഒരു കാര്യം ഇവർക്ക് അറിയുന്നില്ല. ഇവരുടെ വീട്ടുകാരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവരുടെ ചാനലിലൂടെ തന്നെ വരുമാനം വർദ്ധിപ്പിച്ച് അവർക്ക് അത് ചെയ്യായിരുന്നു. അപ്പോൾ യാതൊരു വക വിവരമില്ലാതെ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്ന രീതിയിലുള്ള 2 ബ്രദേഴ്സിൻ്റെ ചാനൽ എന്ന് പറയുന്നത് നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലായ്മ ശരിക്കും ബോധ്യപ്പെടും എന്നുള്ളതാണ്. എന്തായാലും മലപ്പുറം താത്തയുടെ ദാമ്പത്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ അടുത്തിടെ അവർ 2 ദിവസം മുമ്പ് ഒരു നെഞ്ചുവേദനയാണ്, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവണം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തനിയെ പോന്നു എന്നുള്ളൊരു തമ്പനയിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലിടുകയും അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് ആ പാവം ഭർത്താവിനെ ധിക്കരിക്കണോണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇവർക്ക് വിലയില്ല, ഇവരൊരുപാട് പൈസ ഉണ്ടാക്കി കാറും ഡ്രൈവിങ്ങും ഒക്കെ പഠിച്ചപ്പോൾ അയാളെ ഭംഗി പിടിക്കുന്നില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ മോശം കമൻ്റ് അവരുടെ തമ്പനയിലിൻ്റെ താഴെ എഴുതി കണ്ടു. അപ്പോൾ ഒരു സ്ത്രീ മുഖ്യധാരയിലേക്ക് വരുമ്പോൾ ഉണ്ടാവണ ആ ആളുകളുടെ ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആണ് അത് എന്ന് നമുക്ക് കണക്കാക്കാമെങ്കിലും ഇവരിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, തനിക്ക് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി നല്ലൊരു ചാനലിൻ്റെ നല്ല രീതിയിൽ അതിൽ നിന്ന് ഇൻകം കിട്ടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം കുടുംബത്തിനെ അല്ലെങ്കിൽ ഭർത്താവിനെ പിണക്കാതെ ചേർത്ത് മാക്സിമം പിടിച്ചു കൊണ്ടുപോകുക. ഭർത്താവിൻ്റെ കുറ്റം വന്ന് ചാനലിൽ എന്നെ പറഞ്ഞയച്ചില്ല എന്നാലും സാരമില്ല, മൂപ്പർക്ക് ഇത് ഇഷ്ടാവില്ല, മൂപ്പർക്ക് പെരുമാറാൻ അറിയില്ല, മൂപ്പർക്ക് സംസാരിക്കാൻ അറിയില്ല, ഇങ്ങനെ നമ്മൾ സ്വന്തം ഹസ്ബൻഡിനെ ഒരു പബ്ലിക് മീഡിയയിലിട്ട് താഴ്ത്തിക്കെട്ടുമ്പോൾ നമ്മളുടെ ആ ഇംപ്രഷൻ ഉള്ളതാണ് മറ്റുള്ളവരുടെ മുന്നിൽ പോവാന്നുള്ളത് ഇവർക്ക് മനസ്സിലായില്ല. പിന്നെ യാതൊരു വക സ്റ്റാൻഡേർഡോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത 2 ആങ്ങളമാർക്ക് ഒരു ചാനൽ തുടങ്ങി കൊടുക്കുമ്പോൾ അവർക്ക് ഒരു സബ്ജക്റ്റും ഇല്ല വിളിച്ചു പറയാൻ. അവരുടെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ അവരുടെ വൈഫിൻ്റെയോ കുട്ടികളെ കാണിക്കാൻ അവർ തയ്യാറല്ല. ഈ 2 ആണുങ്ങൾ വെറുതെ ഇരുന്ന് 2 ചാനലിൽ 5 മിനിറ്റോ 3 മിനിറ്റോ എന്തൊക്കെയോ വിളിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മലപ്പുറം താത്തയുടെ ഉള്ള വില കൂടി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. എന്തായാലും ഇപ്പോൾ അവരിങ്ങനെ തന്നെ വീട്ടിലേക്ക് പോകുന്നു, നെഞ്ചുവേദനയാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് എന്നൊക്കെ കേൾക്കുന്നു. വേദന എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഭർത്താവിനോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണല്ലോ പറയുക, സ്വന്തം വീട്ടിലേക്ക് പോരല്ലോ. അപ്പം ദാമ്പത്യത്തിൽ ചെറിയ രീതിയിലെങ്കിലും സ്വന്തം കുടുംബത്തിന് കൂടുതൽ കൈ കടത്താനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തൻ്റെ സ്വന്തം കുടുംബക്കാരൊന്നും കൂടിയും രക്ഷപ്പെടണം എന്നുള്ള അത്യാഗ്രഹത്തിൽ അല്ലെങ്കിൽ ആഗ്രഹത്തിൽ അവരെ കൂടി ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ പല കാര്യങ്ങളും ദഹിക്കാത്ത അല്ലെങ്കിൽ തൻ്റെ അധ്വാനം കൊണ്ട് ജീവിതം ഇത്രമാത്രമാക്കിയ ഭർത്താവിനെ കൂടി ഇവരിലൂടെ അല്ലെങ്കിൽ ഭർത്താവിനെ കൂടി പിണക്കാതെ ചേർത്ത് നിർത്തുക എന്നുള്ളതും അവരുടെ ഒരു കടമയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇങ്ങനെയുള്ള സ്ത്രീകൾ മുന്നോട്ട് വരേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യം തന്നെയാണ്. കാർ ഓടിക്കണം, ഡ്രൈവ് ചെയ്യണം, അതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തൻ്റെ പങ്കാളിയെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നതൊക്കെ വളരെ ഏറ്റവും മോശമാണെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും മലപ്പുറം താത്തയുടെ ചാനലിന് എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.